ഹലോ ഗെയ്സ്, റിക്സനാൻ്റെ സിസ്റ്റർ തുന്നുകുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 1 വീക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1 വീക്ക് പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞത് ഇല്ല. റിയ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. അഖിലും പൽപ്പൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും റിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. റിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല. ഇനി ഇതേ നാട്ടിലോട്ടാണ് പോണത്. അപ്പോൾ അവിടെ ഒരാഴ്ച നിന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ദുബായിക്ക് പോകും. അപ്പം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരു റൂമിൽ ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ തന്നെ തുന്തുക്കുട്ടി എഴുന്നേറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കിക്കൊണ്ട് ഞങ്ങളിത് എയർപോർട്ടിൽ വന്നു. അപ്പോൾ പോണ വഴിക്ക് തന്നെ അവൻ എൻ്റെ മടി കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ 9:45 ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങളിതേ ആക്കാൻ വേണ്ടി വന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക്. കാരണം ഇവൻ ഇത്രയും വലുതായത് കൊണ്ട് തന്നെ ഇവൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് റിയ കാണുന്നത്. അപ്പോൾ ഇത്രയും വലുതായപ്പോൾ തന്നെ അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിയയായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് കളിക്കാനും ചിരിക്കാനും എടുത്തുകൊണ്ട് നടക്കുമ്പം ഭയങ്കരമായിട്ട് അടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു റിയയ്ക്ക് ഇവനെ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട്. പിന്നെ പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ റിയയെ പോകുന്നത് കൊണ്ട് റിക്സൻ ചേട്ടൻ്റെ സങ്കടം ഉണ്ടാകുന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഇതേ എയർപോർട്ട് എത്തി. അപ്പോൾ അവനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അവൻ ദേ ഡോറ് ഓപ്പൺ ആക്കിയപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പോൾ ഉറക്ക ക്ഷീണത്തിൽ തന്നെ ആൾ ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആൾ ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് റിയേനെ ആക്കിയിട്ട് പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. റിയയ്ക്ക് ഇന്ന് പോകേണ്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. റിക്സൻ ചേട്ടൻ നേരെ ക്ലാസ്സിൽ പോകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.